ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. പൊള്ളാച്ചി, മധുര ഒക്കെ പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണിത്, മുതലമട റെയിൽവേ സ്റ്റേഷൻ. കേട്ട് കാണും, ഒരുപാട് സിനിമകളുടെ മെയിൻ ഷൂട്ടിംഗ് സ്പോട്ട് കൂടിയാണിത്. നമ്മുടെ വെട്ടം, ഹൃദയം മൂവിയൊക്കെ പോലുള്ള ഒരുപാട് മൂവികൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൃദയം മൂവിക്കകത്ത് നമ്മുടെ പ്രണവ് മോഹൻലാൽ ഫസ്റ്റ് സീൻ ഒരു ഷോട്ടുണ്ട് ട്രെയിനിൽ കയറുന്നത്. അതെല്ലാം ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയുക, നല്ല മനോഹരമായി കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. നമ്മളെല്ലാവരുടെയും കാണുന്ന പോലത്തെ റെയിൽവേ സ്റ്റേഷനല്ല, ഇത് കുറച്ചുകൂടി നല്ല രസമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാക്കി മാറി കഴിഞ്ഞു. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയായിട്ട് തന്നെ കേട്ടോ സൂക്ഷിക്കുന്നത്. അധികം ചപ്പ് ചവറുകളോ ഒന്നുമില്ലാതെ തന്നെ നല്ല ആ ഒരു മനോഹരമായ നേച്ചർ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. ഒരു 10 രൂപ കൊടുത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറാൻ വരുന്നതിനെയും കാട്ടി കൂടുതലും ഇവിടെ കാണാൻ കഴിയുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വരുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പാർക്ക് പോലെ തന്നെ ആയിക്കഴിഞ്ഞു. അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും. അപ്പോൾ അവരോടും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നൊരു സ്ഥലവും കൂടിയാണ്. നമ്മുടെ ആ ഒരു പേരാൽ നിൽക്കുന്നത് കണ്ടില്ലേ, അതുതന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത. റെയിൽവേ സ്റ്റേഷൻ്റെ നടുവിൽ ഫുള്ളും പേരാലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണിത്. നല്ല രസമാണ്. ഇവിടെ ട്രെയിൻ വരുന്നത് കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ട്. രാവിലെയും വൈകുന്നേരത്തൊക്കെയാണ് ട്രെയിൻ വരുന്നതെന്നാണ് ഞങ്ങൾക്കിവിടെ അറിയാൻ കഴിഞ്ഞത്. എല്ലാ ടൈമിലൊന്നും ട്രെയിൻ ഇല്ല ഇവിടെ. കേരളത്തിൽ വേറെ ഏത് റെയിൽവേ സ്റ്റേഷനും ഇല്ലാത്ത ഒരു സൗന്ദര്യമാണ് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മൂവിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നതും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1898 മുതലമട റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് മധുര ഡിവിഷൻ്റെ കയ്യിലായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ. വാൾപ്പാറ, പറമ്പിക്കുളം, നെല്ലിയാമ്പതി തുടങ്ങിയ പോലുള്ള മലനിരകളെല്ലാം ബ്രിട്ടീഷുകാരുടെ കൈക്കലായിരുന്ന സമയത്ത് തോട്ടം മേഖലയായ ഇവിടേക്ക് തൊഴിലാളികളെ എത്തിക്കാനും കാപ്പി, തേയില പോലുള്ള ഉൽപ്പന്നങ്ങൾ ചെന്നൈയിലേക്ക് കയറ്റുമതി ചെയ്ത് കച്ചവടം ചെയ്യാനും പ്രധാനമായി ഈ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിച്ചിരുന്നു. പിന്നീട് 2015 ഈ റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിയാൻ നേരത്ത് നമ്മുടെ ആൽമരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നേരം ഇവിടുത്തെ നാട്ടുകാരെല്ലാം പ്രതികരിച്ചതുകൊണ്ട് ഇപ്പോഴും ആ ആൽമരങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടേനെ. ആ ആൽമരങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭംഗി തന്നെ പോകും. നമ്മുടെ വെട്ടം മൂവിക്കകത്ത് അവരൊരു സ്ഥലത്ത് വെച്ച് പാതി വഴിയിൽ ഇറങ്ങി പെട്ടുപോകുന്നൊരു സമയമില്ലേ, അതെല്ലാം ഇവിടെ തന്നെ കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എന്ത് ഭംഗിയായിരുന്നല്ലേ. അതല്ല, ഈ റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് നെട്ടിപ്പോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൊള്ളാം. ഒരു സൈലൻ്റായൊരു അന്തരീക്ഷമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. നല്ല രസമാണ് അവിടെ കുറച്ച് ഇരിക്കാനുള്ള ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത വേസ്റ്റുകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. നോക്കിയാൽ നിങ്ങൾ നല്ലൊരു ക്ലീനായിട്ട് തന്നെ അവരിപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നാണ് അവരതൊരു സത്യാവസ്ഥ. ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ എനിക്ക് നല്ലൊരു ഫീലായിരുന്നു കിട്ടിയിരുന്നത്. നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തണുപ്പ് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു. ഞാൻ പോയിരുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ പെയ്ത് നിന്നൊരു സമയമാണ്. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഇങ്ങനെ അതിൽ കൂടെ നടക്കാനൊക്കെ ഒരു വലിയൊരു ആശ്വാസം കിട്ടിയായിരുന്നു. പിന്നെ മുതലമട റെയിൽവേ സ്റ്റേഷൻ വഴി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ സർവീസുകൾ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ 2 സർവീസുകളാണ് ഇപ്പോൾ നിലവിൽ ഓടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു 1 ടൈം എങ്കിലും വന്ന് കാണാൻ ശ്രമിക്കണം. ഇതിനൊന്നും യാത്ര ചെയ്യാൻ നമ്മൾ പോകുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണേണ്ടതാണ്. ഒരു വട്ടമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനെയും വിട്ട് ഒരു വേറിട്ട് നിൽക്കുന്നൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. നല്ല രസമാണ് ഇവിടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും. അപ്പോൾ മാക്സിമം നിങ്ങളും വരാൻ നോക്കുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.